ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, എം സ്വരാജിന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചുങ്കത്ര മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും അനുഭവിക്കാൻ ഇടയായി. എം സ്വരാജ് എന്ന അനിതര സാധാരണ പ്രതിഭ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹപാഠികളും സുഹൃത്തുക്കളും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മകൾ പങ്കിടുന്ന ഈ കൂട്ടായ്മയിൽ വരുവാനും സംസാരിക്കാനും സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എം സ്വരാജ് അസാമാന്യമായ സംസാര ശേഷിയുള്ള, പ്രതിഭയുള്ള, ദൈഷ്ണികതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ക്യാമ്പസുകളിൽ എം സ്വരാജ് ക്ലാസ് മുറികളിൽ സംസാരിക്കുമ്പോൾ നിറഞ്ഞ കയ്യടികൾ അക്കാലത്ത് ലഭിക്കുന്നത് ഞാൻ ഓർക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് മാത്രം വന്നിരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ പോലുള്ള ഒരാളുടെ ഒരു സ്വാഭാവികമായ തെരഞ്ഞെടുപ്പായിരുന്നു KSUവിന്റെ രാഷ്ട്രീയം. എം സ്വരാജ് ക്ലാസ് മുറിയിൽ പ്രസംഗിച്ച് വിദ്യാർത്ഥികൾ ഇടയ്ക്കെല്ലാം നിറഞ്ഞ കയ്യടികൾ അദ്ദേഹത്തിന് നൽകുമ്പോൾ അതിന് തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗശേഷം അതിന് മറുപടി എന്നോണം വേദിയിൽ കയറി ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടികളൊന്നും ലഭിക്കില്ല. പക്ഷേ ഒരു പറ്റം കുട്ടികളെയും കൊണ്ടാണ്, KSUവിന്റെ അനുഭാവികളെയും സദസ്സിൽ കൊണ്ടിരുത്തി ആണ് ആ കയ്യടികൾ അക്കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അസാമാന്യമായ ദൈഷ്ണികതയും ഭൗതിക ശേഷിയും ഓർമ്മശക്തിയും പറയേണ്ടത് കൃത്യമായിട്ട് സംവദിക്കാനുമുള്ള എം സ്വരാജിന്റെ ഒരു ശേഷിയും അല്പം ദേഷ്യത്തോടെയും തെല്ലസൂയയോടെ ഒക്കെയാണ് അന്നത്തെ KSU രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്നൊരാളെന്ന നിലയിൽ ഞങ്ങളൊക്കെ നോക്കിക്കണ്ടിരുന്നത്. പ്രത്യേകിച്ച് കോളേജ് ഒരു അക്കാദമിക വർഷം ആരംഭിച്ച് ഏതാണ്ട് 3 മാസം കഴിയുമ്പോഴാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നടക്കാറ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-12 ആഴ്ച ക്ലാസ് മുറികളിലെല്ലാം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ആശയപ്രചരണം നടത്തുന്നതിനും വിദ്യാർത്ഥികളെ തങ്ങളുടെ ആശയധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ധാരാളം സമയം ലഭിച്ചിരുന്നു. ആ സമയത്ത് എം സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തോട് പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾ പ്രയാസം അനുഭവിച്ചിരുന്നു. അത് ആ മനുഷ്യന്റെ അസാമാന്യമായ നേതൃത്വ മികവിന്റെ ഒക്കെ ഒരു നല്ല ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം അദ്ദേഹം ഈ നിലമ്പൂരിലേക്ക് വന്നപ്പോൾ ലഭിച്ച ഊഷ്മളവും പ്രോജ്വലവുമായ ആ സ്വീകരണത്തെ തുടർന്ന് അന്ന് വൈകിട്ടത്തെ 24 ന്യൂസ് ചാനലിൽ നടന്ന ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. ആഷ്മി താജ് ഇബ്രാഹിമാണ് ആ ഡിബേറ്റിന് നേതൃത്വം നൽകിയത്. യൂത്ത് ലീഗിനെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ഷാഫി ചാലിയം ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. എം സ്വരാജ് നിങ്ങൾക്കൊരു ഭീഷണിയാണോ, UDFന് ഒരു ഭീഷണിയാണോ എന്ന ആഷ്മി താജ് ഇബ്രാഹിമിന്റെ ചോദ്യത്തിൽ ഏതാണ്ട് 5 മിനിറ്റോളം ഷാഫി ചാലിം എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് എം സ്വരാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹാഷ്മി ഇടയ്ക്ക് കയറി പറയും, നോക്കൂ ഷാഫി, നിങ്ങൾ UDFന്റെ പ്രതിനിധിയാണ്, നിങ്ങൾ UDFന് വേണ്ടി സംസാരിക്കൂ. അപ്പൊ ഷാഫി വീണ്ടും സ്വരാജിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആ ദിവസം കാണാനായിട്ട് ഇടയായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ചാനലിൽ ജോണി ലൂക്കോസ് എം സ്വരാജുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതുണ്ട്. ആ സമയത്ത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളുമായി, ലോക്കൽ ഏരിയ, ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എം സ്വരാജിനെതിരെ വലിയ എന്താ പറയാ ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അതിനെ തുടർന്ന് നടന്നിരുന്ന ഒരു സമയത്താണ് ഇന്റർവ്യൂ നടക്കുന്നത്. അന്ന് സ്വരാജ് അതിന് മറുപടി എന്നോണം പറഞ്ഞത് ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അത് സ്വരാജ് വിരലൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് തലയൽപ്പം ചരിച്ചുകൊണ്ട് സ്വരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ്, എൻ്റെ പ്രസ്ഥാനമാണ് എനിക്ക് ആ വഴി കാണിച്ചു തന്നത്. ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുന്നോട്ട് പോകാൻ ഊർജമാവുന്നത്. എനിക്കെന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചാൽ അത് തിരുത്തുന്നതിനും ആ തെറ്റ് ഏറ്റുപറയുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം
ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരിഞ്ച് മാറുകയില്ല. ഇത് സ്വരാജിന് മാത്രം ഇന്ന് കേരളത്തിൽ പറയാൻ സാധിക്കുന്ന വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ സ്ഥൈര്യവും സത്യസന്ധതയും പൊതുജന മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളും നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായിട്ടുണ്ട്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളായിരുന്ന സഹപാഠികളായിരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വരാജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് കണ്ട് അനുഭവം ഉള്ളവരും കൂടെയാണ്. അപ്പം സ്വരാജിന് മാത്രമേ ആ വിധത്തിൽ ഉള്ളു തുറന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആ വിധത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സ്വരാജ് എന്ന വ്യക്തിയുടെ പുസ്തകങ്ങൾ, പൂക്കളുടെ പുസ്തകം, യാത്രാ വിവരണം, കറുപ്പ് ഒരു നിറമല്ല എന്ന ഒക്കെയുള്ള പുസ്തകങ്ങളും കവിതാ സമാഹാരവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ, അറിയപ്പെടുന്ന പ്രസാധകരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സ്വരാജിനോട് തന്നെ ചോദിച്ചു, സ്വരാജ്, ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സ്വരാജ് ഒരു മികച്ച കലാലയത്തിൽ ഒരു മികച്ച അധ്യാപകനായി മാറുമായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാനത് സ്വരാജിനോട് തന്നെ ചോദിക്കുകയുമുണ്ടായി. സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്രീലങ്കൻ തമിഴ് വംശജരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്ന അഗ്നി പോലൊരു പൂവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. ഫ്രാൻസിസ് അസീസിയിലെ അദ്ദേഹത്തിന്റെ നിണമണിഞ്ഞ മണ്ണിൽ വളർന്നു വന്ന റോസാ ചെടികളുടെ മുള്ളുകൾ അപ്രത്യക്ഷമായ കഥകളൊക്കെ ആ പുസ്തകത്തിൽ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. വിൻസി വാൻഗോഗിന്റെ സൂര്യകാന്തി പൂക്കളും പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ചിനാർ മരങ്ങള്, കാശ്മീരിൽ നട്ടുവളർത്തിയ മുഗളന്മാരുടെ കാലഘട്ടമൊക്കെ അതിമനോഹരമായി പൂക്കളിൽ കൂടെ ഒരു രാഷ്ട്രീയവും ലോകസഞ്ചാരവും തന്നെ എം സ്വരാജ് നടത്തിയിട്ടുണ്ട്. കറുപ്പൊരു നിറമല്ല എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു സമ്മേളനത്തിന് പോയി ക്രുഗർ നാഷണൽ പാർക്കിലെ രസകരമായ ഒട്ടനവധി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു. ഈ വിധത്തിൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ സ്വരാജ് നമ്മുടെ മുമ്പിൽ ഒരു വഴികാട്ടി എന്ന നിലയിൽ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് സാധാരണ പറയുന്ന ക്ലീഷയാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ. അത്തരം പ്രയോഗങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷേ നിശ്ചയമായിട്ട് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഏറെ അഭിമാന പുരസ്സരം പറയാനായിട്ട് സാധിക്കും. സ്വരാജ് ഞങ്ങളുടെ സഹപാഠിയാണ്, സതീർത്ഥ്യനാണ് എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കും. എനിക്ക് ഇവിടെ നിന്ന് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ KSU പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു കാലഘട്ടത്തിലെ KSUവിന്റെ പ്രവർത്തകര്, ABVPയുടെ പ്രവർത്തകര്, MSFന്റെ പ്രവർത്തകര്, SFIയുടെ പ്രവർത്തകരൊക്കെ ഈ സദസ്സിലിരിക്കുന്നത് എനിക്കിവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും. അത് സ്വരാജിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ അധികം അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. KR മീര ഇവിടെ ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. കൂടി വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇന്ന് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മിനി പ്രസാദ് ടീച്ചറാണ്. ഞങ്ങളെയൊക്കെ മലയാളം പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക. പാഠപുസ്തകത്തിൽ നിന്നുപരിയായിട്ട് വിദ്യാർത്ഥികളെ തന്നോട് ചേർത്ത് നിർത്തി നല്ല ഒരു പൗരനായി ഏത് വിധത്തില് സമൂഹത്തിൽ വളരേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ വഴികാട്ടിയ പ്രിയപ്പെട്ട ടീച്ചർ ഇന്ന് ഈ മീറ്റിംഗിൽ ഇവിടെ കടന്നു വരികയും ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും ഏറെ ആദരവോടെ പ്രിയപ്പെട്ട ഡോക്ടർ മിനി പ്രസാദിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം സംഘാടന മികവോടെ അതിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയ സുഹൃത്ത് P. ദേവാനന്ദ്. കൂടി വന്നിരിക്കുന്ന ഏവരുടെയും പേരിൽ പ്രിയപ്പെട്ട ദേവാനന്ദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ മീറ്റിംഗിൽ കടന്നു വരുന്നത് പ്രിയപ്പെട്ട മലയാളത്തിന്റെ എഴുത്തുകാരി KR മീര. 2 മാസം മുൻപ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥലം ചെങ്ങന്നൂരാണ്. അവിടെ നടന്ന സരസ് മേളയുടെ സെമിനാറുകൾ ഓപ്പൺ ഫോറത്തിന്റെ ചുമതല ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അന്ന് KR മീര കോട്ടയത്താണ് മാഡം താമസിക്കുന്നത്. അവരെ ക്ഷണിക്കാനായിട്ടും വരികയും അവരുടെ പ്രഭാഷണം കേൾക്കാനും ഒക്കെ അവസരം ലഭിച്ചു. ആരാച്ചാർ എന്ന് പറയുന്ന ഒരു പുസ്തകം മാത്രം മതി KR മീരയുടെ പ്രതിഭ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട്. 2 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് 2 വട്ടം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ നേടി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ
കേരളത്തിലും സാർവദേശീയ തലത്തിലും അവരുടെ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഇന്ന് ലോകത്ത് തന്നെ ലിറ്റററി ഫെസ്റ്റിവലിലെ ഒരു മുഖ്യമായ മുഖമായിട്ട് പ്രിയപ്പെട്ട KR മീര മാറിയിട്ടുണ്ട്. ഏറെ പുസ്തകങ്ങൾ, ചെറുകഥകൾ, അതേപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകളൊക്കെ ആദരണീയനായ KR മീരയുടേതായിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ കൂടെ അവരുടെ അസാന്നിധ്യത്തിലും കൂടി വന്നിരിക്കുന്ന ഏവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി KR മീര മേഡത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ട M സ്വരാജ് ഇവിടെ കടന്നു വരുന്നതാണ്. കൂടി വന്നിരിക്കുന്ന സദസ്സിലുള്ള എല്ലാവരുമായിട്ടും ഒക്കെ ചുരുങ്ങിയ സമയത്തിന് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വളരെ ടൈറ്റായിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ലഭിക്കുന്ന സമയം നമ്മളുമായിട്ടൊക്കെ സംവേദനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, വർത്തമാനം പറയുന്നതിന്, സ്നേഹം പങ്കുവെക്കുന്നതിനൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കുറഞ്ഞ സമയം നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുരുന്ന ഒരു 1-2 ആഴ്ചക്കാലം M സ്വരാജിനെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം അവിടെ എത്തേണ്ടതുണ്ട്. അതിന് ഏത് വിധത്തിലാണ് നമ്മൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നല്ല തിരക്കേറിയ ജീവിതത്തിൽ ഒക്കെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തർ. എന്നിരുന്നാലും ഈ ചുരുങ്ങിയ സമയം ഏത് വിധത്തിൽ അതിനകത്ത് നമുക്ക് പങ്കാളികളാകാം എന്നുള്ള രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറിപ്പിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൂടി വന്നിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.